ഹായ്, വെൽക്കം ബാക്ക്. ലോകത്തെ കോരിത്തെരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കായിക വിനോദം ഏതാണ്? ക്രിക്കറ്റ് ആണ്. എന്തുകൊണ്ട് ഫുട്ബോൾ അല്ല? എന്തുകൊണ്ട് ബേസ്ബോളോ ഹോക്കിയോ അല്ല? ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടുന്നതോടൊപ്പം തന്നെ ക്രിക്കറ്റ് എന്ന കായിക വിനോദം കായിക ലോകത്തിനുണ്ടാക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടമാണ് എന്ന് കണ്ടെത്തിയാൽ അത് മറ്റു പലരെ സംബന്ധിച്ചും വലിയ നഷ്ടമാകും. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ, ക്രിക്കറ്റ് ഒരു അധപതിച്ച കളിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ല ഈ അന്വേഷണം. മറിച്ച് ക്രിക്കറ്റിനൊപ്പം തന്നെയോ അതിൽ കൂടുതലോ പ്രാധാന്യം ലഭിക്കേണ്ട കായിക വിനോദങ്ങളുണ്ട്, അവ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന അടിസ്ഥാന ചിന്താധാരയാണ് ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിർണായകമായ കളി കാഴ്ചവെച്ച കളിക്കാരനാണ് യുവരാജ് സിംഗ്. 6 ബോളും 6 അടിച്ചു യുവരാജ് സിംഗ്. അങ്ങനെ വലിയൊരു കളിക്കാരനായി മാറി. എന്നാൽ അതുപോലെ തന്നെ ക്യാൻസറിനെ തോൽപ്പിച്ചു വന്ന ആളാണ് സൈക്കിൾ ലോക ചാമ്പ്യനായി മാറിയ ലാൻസ് ആംസ്ട്രോങ്. യുവരാജ് സിംഗിന്റെ ഖ്യാതിയോ പ്രശസ്തിയോ അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം ഒരു സിംഗിൾ ഗെയിമിൽ ചാമ്പ്യൻ ആയിരുന്നിട്ട് പോലും. 6 പന്ത് കൊണ്ട് 6 പേരെ ഔട്ടാക്കാം, അങ്ങനെ ഒരു ടീമിന് ജയിക്കാം. അല്ലെങ്കിൽ 6 പന്തും റൺസ് അടിച്ച് 36 റൺസ് എടുത്ത് ഒരു ടീമിന് അപ്രതീക്ഷിതമായി റൺസ് നേടി ജയിക്കാം. ഇങ്ങനെ ക്രിക്കറ്റ് കുറച്ചുകൂടി അനിശ്ചിതത്വമുള്ള കളിയാണ്. പക്ഷേ ക്രിക്കറ്റിൽ ഒരു ടെസ്റ്റ് മത്സരമൊക്കെ 5 ദിവസം നീണ്ടു നിൽക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാഴ്ചക്കാരനെയും കളിക്കാരനെയും മടിയനാക്കുന്ന കളി കൂടിയാണ് ക്രിക്കറ്റ്. ഇതിനെ ഒരു എക്സസൈസ് ഗെയിം എന്ന് വിളിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കായിക ലോകം ഒരുമിച്ച് വളരണമെങ്കിൽ എല്ലാ കളികളും പിന്തുണ നേടണം. പറഞ്ഞത് മറ്റാരുമല്ല, നെൽസൺ മണ്ടേലയാണ്. സ്പോർട്സ് ഹാസ് ദ പവർ ടു ചേഞ്ച് ദ വേൾഡ്. ഇറ്റ് ഹാസ് ദ പവർ ടു യുണൈറ്റ് പീപ്പിൾ ഇൻ എ വേ ദാറ്റ് ലിറ്റിൽ എൽസ് ഡസ്. നമ്മൾ ഇന്ന് കായിക ലോകത്ത് കാണുന്ന ഒരു വലിയ പരിണാമത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ക്രിക്കറ്റ് എന്ന കളി ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിലും അതിന്റെ ആധിപത്യം പ്രകടമാക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇതിന്റെ പ്രഭാവത്തിൽ നിരവധി കായിക ഇനങ്ങൾ അരികുവൽക്കരിക്കപ്പെടുന്നു. ഒരു കായിക മേഖലയുടെ അതിരുകളെ അതിജീവിച്ച് ക്രിക്കറ്റ് എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവയെ പിന്നിലേക്ക് എത്തിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ കായിക ഭാവി അതിന്റെ ജനപ്രിയത നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമ്പോൾ പല പരമ്പരാഗത കായിക ഇനങ്ങളും നശിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക. ക്രിക്കറ്റ് ലോകമെമ്പാടും ജനപ്രിയമായ ഒരു കായിക ഇനമായി മാറിയെങ്കിലും ഇന്ത്യയിലും മറ്റും അതിന് ലഭിക്കുന്ന പ്രോത്സാഹനം അത്യന്തം ഗംഭീരമാണ്. ടെസ്റ്റ് ഏകദിനം, 2020 തുടങ്ങി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ ക്രിക്കറ്റിന് കൂടുതൽ ജനകീയത നൽകുന്നു. IPL പോലെയുള്ള കൊമേഴ്ഷ്യൽ ലീഗുകൾ കായികതയേക്കാൾ കൂടുതൽ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റിയിരിക്കുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആഗോളതലത്തിൽ 2023 മാത്രം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 8,000 കോടി രൂപയുടെ വരുമാനം നേടി. IPL 2023 മാത്രം 65,000 കോടി രൂപയുടെ വാണിജ്യ ഇടപാടുകൾ നടന്നു. ക്രിക്കറ്റ് ലോകകപ്പ് 2019 2.6 ബില്യൺ ആളുകൾ തത്സമയം കണ്ടു. ഇത് ഒളിമ്പിക്സിനും ഫിഫ ലോകകപ്പിനും സമാനമാണ്. ഇന്ത്യയിൽ BCCIയുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആസ്തി 2023 18,700 കോടി രൂപ. ഹോക്കിയും ഫുട്ബോളും കൂടിയുള്ള AIFF ആൻഡ് ഹോക്കി ഇന്ത്യയുടെ മൊത്തം വരുമാനം 250 to 300 കോടി മാത്രം. ഇന്ത്യയിൽ സോക്കർ ലീഗ് ISLന് താരതമ്യേന കുറഞ്ഞ കാണികൾ. 2023 ശരാശരി സ്റ്റേഡിയം അറ്റൻഡൻസ് 15,000, IPLലോ 48,000. നാം ക്രിക്കറ്റിനെ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളെയും പരിപോഷിപ്പിക്കണം, പറഞ്ഞത് കപിൽ ദേവ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ചയിൽ മുഖ്യ കഥാപാത്രമായ കപിൽ ദേവ് ഇന്ത്യയുടെ കായിക ഭാവിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. India should not only be known for cricket. We have so much talent in hockey, football, athletics. Give them the same facilities and see what they can do. ഇന്ത്യയുടെ ദേശീയ കായിക ഇനമായിരുന്ന ഹോക്കി ക്രിക്കറ്റിന്റെ തേജസ്സിൽ മറഞ്ഞു പോയതായി കാണാം. 78 മുതൽ 80 വരെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മികവുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ തകർച്ചയിലാണ്. മറ്റൊന്ന് ഫുട്ബോളാണ്. ഒരു ആഗോള കായിക ഇനമായിട്ടും ഇന്ത്യയിൽ ക്രിക്കറ്റിന്റെ മേൽക്കോയ്മയാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മികച്ച പ്രോത്സാഹനം ലഭിക്കുന്നില്ല.
കബഡി. അതിജീവനത്തിന് വേണ്ടി പ്രോ കബഡി ലീഗ് തുടങ്ങിയെങ്കിലും ദേശീയ ശ്രദ്ധ ക്രിക്കറ്റിലേക്കാണ് തിരിഞ്ഞത്. അത്ലറ്റിക്സ് ആൻഡ് ബാഡ്മിന്റൺ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡലുകൾ നേടിക്കൊടുത്തിട്ടും പൊതുജന പിന്തുണ കുറവാണ്. ഇനി വിശദമായി നമുക്കതിനെ കുറിച്ച് നോക്കാം. ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക ഇനമാണ് ഹോക്കി. പക്ഷേ അതിന് എത്രത്തോളം ജനപ്രീതിയുണ്ട്? 1928 മുതൽ 56 വരെ 6 ഒളിമ്പിക്സ് മെഡലുകൾ, സ്വർണ്ണ മെഡലുകൾ. എന്നാൽ 80-ന് ശേഷം ഒരു ഒളിമ്പിക്സ് മെഡൽ പോലും നേടാനായിട്ടില്ല. 2021 വരെ. ഇന്ത്യ എന്നത് ക്രിക്കറ്റിലും ക്രിക്കറ്റ് കളിക്കാർക്കും വേണ്ടി മാത്രമുള്ള സംവേദനമല്ല എന്ന് സുനിൽ ഗവാസ്കർ ആണ് പറയുന്നത്. ക്രിക്കറ്റ് ഐക്കണായ സുനിൽ ഗവാസ്കർ പറയുന്നത്, "We should encourage all sports equally. Cricket is huge in India, but let us also support our hockey, football and athletics championships" എന്നാണ്. ഇന്ത്യയിൽ ഹോക്കി ടീമിന് ഒരു ലീഗ് പോലും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ IPL ലക്ഷക്കണക്കിന് രൂപയുടെ സവിശേഷമായ ട്രാൻസ്ഫർ ഡീലുകൾക്കുള്ള വേദിയാവുന്നു. ഇത് മാറാൻ കായിക സംസ്കാരത്തിലെ ആഴത്തിലുള്ള മാറ്റം ആവശ്യമാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ബ്രോൺസ് നേടി. പക്ഷേ IPL-നോടൊപ്പമോ? തികച്ചും അവഗണിതം. FIH ഹോക്കി ലോകകപ്പ് 2023 ടെലിവിഷൻ വ്യൂസ് 20 മില്യൺ. IPL 2023 ടെലിവിഷൻ വ്യൂസ് 500+ മില്യൺ. BCCIയുടെ ബഡ്ജറ്റ് 18,700 കോടി. ഹോക്കി ഇന്ത്യയുടെ ബഡ്ജറ്റ് 50 കോടി. ഫുട്ബോൾ. ആഗോള രാജാവ് ഇന്ത്യൻ വിധി തീർത്തൊരു ദയനീയമായ കഥയാണത്. ഇന്ത്യയുടെ ഫിഫ റാങ്കിങ്ങിൽ 1950-കളിൽ 20-30 ആയിരുന്നു. ഇന്ന് 100-110 ആണ്. ISL ഇന്ത്യ സൂപ്പർ ലീഗ് 2014 ആരംഭിച്ചു. കാണികളുടെ എണ്ണം വർഷം തോറും കുറയുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏകദേശം 60% ഫണ്ടിങ്ങും സർക്കാർ സഹായവും നഷ്ടപ്പെടുത്തി. കാരണം ക്രിക്കറ്റിന്റെ മേൽക്കോയ്മയാണ്. 2023 AFC ഏഷ്യൻ കപ്പ് ടൂർണമെന്റ് ഇന്ത്യയുടെ കാണൽ 15 മുതൽ 20 ലക്ഷം വരെ. IPL ഫൈനൽ കണ്ടത് 12.5 കോടി ആളുകൾ. കബഡി ഇന്ത്യയുടെ സ്വന്തം കളിയാണ്, പക്ഷെ പിന്നിലേക്കാക്കപ്പെട്ടു. 1990-കളിൽ സ്കൂളുകളിലും ഗ്രാമങ്ങളിലും ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന കായിക ഇനമാണ് കബഡി. ഇപ്പോൾ പ്രോ കബഡി ലീഗിന്റെ വരവോടെ ജനകീയത അല്പം വളർന്നിട്ടും അടുത്ത തലമുറ ഇത് കളിക്കാനായി താല്പര്യം കാണിക്കുന്നില്ല. 2022-23 PKL ഫൈനലിൽ വ്യൂസ് 50 മുതൽ 60 ലക്ഷം ആളുകൾ. IPL 2023 ഫൈനൽ 12.5 കോടി. മറ്റൊന്ന് ബാഡ്മിന്റനും അത്ലറ്റിക്സുമാണ്. ഷൂട്ടിംഗ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനങ്ങൾ. പക്ഷേ അവർക്കും പിന്തുണ ലഭിക്കുന്നില്ല. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ജേതാവായ നീരജ് ചോപ്ര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: "Cricket is given so much attention, but why not javelin throw, wrestling or shooting? We need equal recognition." 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകൾ. എന്നാൽ ഈ താരങ്ങൾ ഇപ്പോഴും പ്രചാരത്തിലില്ല. PV സിന്ധു, നീരജ് ചോപ്ര എന്നിവരുടെ വിജയങ്ങൾ അറിയാത്തവരില്ല. പക്ഷേ IPL താരങ്ങളുടെ പേരുകൾക്കാണ് കൂടുതൽ പ്രശസ്തി. IPL ഓരോ സീസണിലും പ്രതീക്ഷിക്കപ്പെടുന്ന ബഡ്ജറ്റ് 50,000 കോടി രൂപയ്ക്ക് മേലെയാണ്. ഒളിമ്പിക്സ് ട്രെയിനിങ്ങിന് സർക്കാർ ബഡ്ജറ്റ് 10,000 കോടി മാത്രം. കായിക വ്യവസ്ഥയുടെ മാറ്റങ്ങൾ. പ്രധാന സ്പോൺസർമാർ ക്രിക്കറ്റിലേക്ക് മാത്രമായി എത്തുന്നു. സർക്കാർ പിന്തുണ, സ്കോളർഷിപ്പുകൾ, പരിശീലന സൗകര്യങ്ങൾ ക്രിക്കറ്റിനാണ് കൂടുതൽ ലഭിക്കുന്നത്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ തന്നെ മറ്റ് കായിക ഇനങ്ങൾക്ക് പ്രോത്സാഹനം കുറവാണ്. ക്രിക്കറ്റിന്റെ കൊമേഴ്ഷ്യലൈസേഷൻ ആണ് മറ്റൊരു ഭാഗം. മറ്റ് കായിക ഇനങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന വഴികൾ പലപ്പോഴും ഇതൊക്കെയാണ്: പ്രസിദ്ധീകരണ സ്വാധീനം, മാധ്യമങ്ങൾ, സ്പോൺസർമാർ, സോഷ്യൽ മീഡിയ. IPL 2023 സ്പോൺസർഷിപ്പ് വരുമാനം 10,500 കോടി രൂപ. ഹോക്കി, ഫുട്ബോൾ, കബഡി ഇവയ്ക്ക് ഒരു വർഷത്തിൽ പോലും 500 കോടി പോലും കിട്ടിയിട്ടില്ല. സ്കൂൾ, കോളേജ് തലങ്ങളിലുള്ള മാറ്റങ്ങളും ഇവിടെ പ്രധാനമാണ്. 1990-കളിൽ സ്കൂൾ മത്സരങ്ങളിൽ ഫുട്ബോൾ, വോളിബോൾ, ഹോക്കി എന്നിവ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്നോ സ്കൂൾ സ്പോർട്സ് മീറ്റുകൾ വരെ ക്രിക്കറ്റ് മത്സരങ്ങളായി മാറുന്നു. 2023 കായിക ബജറ്റിൽ കായിക വികസനത്തിന് 197 കോടി അനുവദിച്ചപ്പോൾ IPL ടീമുകൾക്ക് മാത്രം ഓരോ സീസണിലും 80,000 കോടി അതിനു മുകളിലുമായി ചിലവഴിക്കുന്നു. മാധ്യമങ്ങൾ മറ്റു കായിക ഇനങ്ങൾക്കും സമാന പ്രാധാന്യം നൽകണം.
ഫുട്ബോൾ, ഹോക്കി, കബഡി എന്നിവയെ പ്രൊഫഷണൽ ലെവലിൽ കൂടുതൽ വിപുലീകരിക്കണം. കായിക വിഭാഗങ്ങൾ സ്കൂളുകളിൽ കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഒരു രാജ്യത്തിന്റെ കായിക ഭാവി ഏക കായിക ഇനത്തിന്റെ മേൽക്കോയ്മയാൽ നിർണയിക്കപ്പെടരുത്. ക്രിക്കറ്റ് മഹത്തായ ഒരു കളിയാണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു രാജ്യത്തിന് കായികമായി വളരണമെങ്കിൽ ഏക കായിക ആധിപത്യം ക്രിക്കറ്റിന്റെ മേൽക്കോയ്മയും കായിക ലോകത്ത് രൂപപ്പെടുത്തുന്ന നവീന പ്രശ്നങ്ങളുടെ ഭാഗമായി മാറപ്പെടുന്നു. ക്രിക്കറ്റിന്റെ ആധിപത്യം ആഗോളതലത്തിലും ഇന്ത്യൻ കായിക ലോകത്തും എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതിൽ ഇനി നമ്മൾ ഒരു പുതിയ കോണിൽ നിന്ന് ചിന്തിക്കാം. അതായത് ക്രിക്കറ്റിന്റെ മേധാവിത്വം ഒറ്റയ്ക്ക് ഹോക്കി, ഫുട്ബോൾ, കബഡി തുടങ്ങിയ കായിക ഇനങ്ങളെ മാത്രം ഇല്ലാതാക്കുകയല്ല, മറിച്ച് സമഗ്രമായ ഒരു കായിക സംസ്കാരത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് സിംഗിൾ സ്പോർട്സ് നേഷൻ ഉണ്ടാകുന്നത്, അതിലെ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ക്രിക്കറ്റിനെ മാത്രം പിന്തുടരുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പ്രധാന ദോഷം കായിക വൈവിധ്യം ഇല്ലാതാകുന്നു എന്നതാണ്. അതായത് സിംഗിൾ സ്പോർട്സ് നേഷൻ ആകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അപകടം. എത്ര വട്ടം ക്രിക്കറ്റ് ലോകകപ്പ് ജയിച്ചാലും ഇന്ത്യ ഒളിമ്പിക്സിൽ, ഫിഫ ലോകകപ്പിൽ, അത്ലറ്റിക്സിൽ പിന്നിലാണ്. അമേരിക്കയെ നോക്കിയാൽ ബാസ്കറ്റ്ബോൾ, ബേസ്ബോൾ, ഫുട്ബോൾ, അത്ലറ്റിക്സ്, സ്വിമ്മിംഗ് എല്ലാത്തിലും പിടിപാടുകളുണ്ട്. ചൈന, ജപ്പാൻ, റഷ്യ എല്ലാം അങ്ങനെ തന്നെയാണ്. ഒളിമ്പിക്സിൽ അവരുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്ത്യ ഒറ്റ കായിക ഇനത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. മറ്റൊന്ന് ബ്രെയിൻ ഡ്രെയിൻ ഇൻ സ്പോർട്സ് എന്നുള്ളതാണ്. മറ്റുള്ളവരും ക്രിക്കറ്റിലേക്കാണ് പോകുന്നത്. ഒരു നല്ല ഹോക്കി പ്ലെയർ, ടെന്നീസ് സ്റ്റാർ ആകേണ്ടവർ, പക്ഷേ അവർ ക്രിക്കറ്റിന്റെ ഒരു തന്ത്രവിദ്യ കോച്ചായി മാറുന്നു. അർജുൻ തെണ്ടുൽക്കർ പോലുള്ളവർ പോലും ക്രിക്കറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണത്? കണക്കുകൾ തന്നെ പറയുന്നു. ഹോക്കി, ഫുട്ബോൾ, അത്ലറ്റിക്സ് തുടങ്ങി മറ്റെന്തും സെലക്ട് ചെയ്താൽ അതിന് ഭാവിയില്ല. IPL പിന്നാലെ വിമൻസ് പ്രീമിയർ ലീഗും തുടങ്ങി. ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ വിമൻസ് ഹോക്കി ലീഗോ ഫുട്ബോൾ ലീഗോ ഇല്ല. ഇന്ത്യയിൽ വനിതാ കായിക താരങ്ങൾക്ക് മാറ്റുവാനാകുന്ന ഏറ്റവും മികച്ച മാർഗം ക്രിക്കറ്റിലേക്ക് വരികയാണ്. AI, VR ആൻഡ് eSports. കായിക മേഖലയെ മറ്റൊരു വഴിയിലേക്ക് മാറ്റുന്നത് ഇതാണ്: വിർച്വൽ റിയാലിറ്റി ആൻഡ് AI ഗെയിംസ്. ഈ ടെക്നോളജികൾ കായിക ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഫിഫ, NBA, ടെന്നീസ് തുടങ്ങിയ ഗെയിമുകൾ ഇപ്പോൾ ഓൺലൈൻ ആകുന്നു. എന്നാൽ ക്രിക്കറ്റിന്റെ ആധിപത്യം കാരണം ഇന്ത്യയിൽ eSports പോലും ക്രിക്കറ്റ് സിമുലേഷൻ ഗെയിമുകളിലേക്ക് മാറുകയാണ്. ഈ ഗെയിമുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ എത്തുന്നത്, ചെറുപ്പകാലത്ത് കിട്ടാവുന്ന ഒരു ഗെയിമിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ ഫോണിൽ അപ്പോഴും ലഭിക്കുന്നത് ക്രിക്കറ്റാണ്. റൺഔട്ട് ആവരുതേ എന്നും വിക്കറ്റ് തെറിക്കരുതേ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അന്ന് കളിച്ചിരുന്ന ക്രിക്കറ്റുകൾ. ഒരു കട്ടപ്പെട്ടിക്കുള്ളിൽ, ഒരു നോക്കിയ ഫോണിനുള്ളിൽ അന്നും ക്രിക്കറ്റായിരുന്നു എൻ്റെ ചെറുപ്പം. അത് എൻ്റെ എന്നല്ല, മിക്കവരുടെയും ഓർമ്മകളിൽ വരിക അതേ ക്രിക്കറ്റ് തന്നെയാണ്. കായിക കാഴ്ചക്കാർക്ക് വന്ന മാറ്റം 1990കളിൽ എല്ലാവരും ടിവിയിൽ വേൾഡ് കപ്പ് ഫൈനൽ കാണുകയായിരുന്നു. ഇന്ന് IPL, T20 മത്സരങ്ങൾ പ്രൈം വീഡിയോ, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീലുകൾ എന്നിവയിലൂടെ കാണുന്നു. ഹോക്കി, ഫുട്ബോൾ, കബഡി ഇതെല്ലാം ടിവിയിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നല്ല സ്ഥാനം പിടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. eSports ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോലും ക്രിക്കറ്റാണ് മേധാവിത്വമുള്ള കളിയായി മാറുന്നത്. ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന ഫുട്ബോൾ ലെജൻഡ് ഡിയാഗോ മറഡോണ പറഞ്ഞ വാക്കുകളാണ്: A country that plays only one sports will never be truly great in the sporting world. ക്രിക്കറ്റിന് പുറമെ ഇന്ത്യയുടെ ഹോക്കി, ഫുട്ബോൾ, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ് തുടങ്ങിയ എല്ലാ കായിക ഇനങ്ങളും ഒരുപോലെ വളരണം എന്നർത്ഥം. അത്തരം മാറ്റങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു സിംഗിൾ സ്പോർട്സ് നേഷനായി തീർന്നു പോകും. A true sporting nation celebrates all its sports, not just one. സച്ചിൻ തെണ്ടുൽക്കർ ആണ് പറയുന്നത്. A strong nation in sports is not one that dominates a single game, but one that shines in all. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരൻ, അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. ഉസൈൻ ബോൾട്ട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂട്ടിച്ചേർക്കാനുള്ളത്,
ക്രിക്കറ്റ് ഒരു അധപതിച്ച കളിയാണെന്നോ മോശപ്പെട്ട കളിയാണെന്നോ ഒന്നുമല്ല. പക്ഷേ ഒരു കായിക ഇനത്തിന്റെ ആധിപത്യത്തിൽ മറ്റ് പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ അധപതിച്ചു പോകരുത്. അതുകൊണ്ട് എല്ലാ കായിക ഇനങ്ങളെയും ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. കൂടുതൽ സിക്സുകളും ഫോറുകളും ഒക്കെ ഉയർന്ന് പറന്ന് ജീവിതം കൂടുതൽ മനോഹരമാകട്ടെ. താങ്ക് യു. If you like the video, please do like, share, subscribe. Thank you.